റോഡിൽ വെള്ളം കെട്ടി വീട്ടിലേക്ക് വെള്ളം 2 അടി ഉയരത്തിൽ വെള്ളം കെട്ടി വീട് ചെച്ച് ഇട്ടാക്കണം. അപ്പൊ അതിനെന്തെങ്കിലും നടപടി ജില്ലാ കളക്ടർക്ക്. പഞ്ചായത്ത് റോഡാണ്, പഞ്ചായത്ത് റോഡ് മുന്നേ പുറമ്പോക്ക് റോഡായിരുന്നു, അത് ഉയർത്തി കൊണ്ടുപോയി അത് വെള്ളം കെട്ടി നിർത്തിയേക്കണം. അപ്പൊ വെള്ളം ഇപ്പൊ നാഷണൽ ഹൈവേ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ അപ്പൊ തന്നെ എന്റെ ഉദ്യോഗസ്ഥരെ വിളിച്ച് താക്കീത് കൊടുത്ത് അത് ക്ലിയർ ചെയ്യുന്നുണ്ട്. പഞ്ചായത്ത് ആകുമ്പോൾ നിങ്ങളത് പഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടി ഏത്, അതുപോലെ തന്നെ അവരെ കൺട്രോൾ ചെയ്യുന്ന MLA ഏത് പാർട്ടി, അതൊക്കെ നോക്കി ഉചിതമായിട്ടുള്ള ഒരു പരാതിയും കൂടെ MP-ക്ക് തരും. ഞാനത് കളക്ടറുടെ അയച്ച് ചോദിക്കാനുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കളക്ടർക്ക് ഞാൻ അയച്ച് ചോദിക്കാം. നിങ്ങൾ കളക്ടർക്ക് കൊടുത്ത ലെറ്ററിന്റെ കോപ്പിയും കൂടെ വെച്ചിട്ട് എൻ്റെ ഓഫീസിൽ കൊടുക്കും. നിങ്ങൾ എവിടെ വയ്ക്കുന്നത്? ഒന്ന് അത് രാജേഷ് ഇത് എഴുതിയെടുക്കാം. ഇത് മേടിച്ചിട്ട് ചോദിച്ച് കളക്ടറെടുത്ത് എന്താണ് അടുത്ത ആൾക്ക് മൈക്ക് ഫുഡ് രോഗിയാണ് അവന്. അപ്പോൾ അതിൻ്റെ പിന്നാലെ നടക്കുന്നത് കൊണ്ടാണ് എനിക്ക് സാറിൻ്റെ അടുത്ത് പറയാൻ പറ്റുന്നത് ഈ കാര്യം. നമ്മുടെ നാട്ടിൽ കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയ വിഭാഗം വളരെ എന്താ പറയുക നല്ല രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. അത് ഗവൺമെൻറ് സർവീസിലുള്ള നമ്മുടെ മെഡിക്കൽ കോളേജിലാണെങ്കിലും നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിലാണെങ്കിലും നമുക്ക് നല്ലൊരു ചികിത്സ ലഭ്യമാകുന്നില്ല. ഇപ്പോൾ മോൻ ചികിത്സ നടക്കുന്നത് ശ്രീചിത്രയിലാണ്. അപ്പോൾ അവിടെ ഏകദേശം നമുക്കൊരു 17 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷത്തിൻ്റെ അടുത്ത് ചികിത്സ ചിലവ് വന്നിട്ടുണ്ട്. 25 ലക്ഷം രൂപയോളം കീഹോള് ചെയ്യാനായിട്ട്, വാൾവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി. അപ്പോൾ സാറ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഒരു കുട്ടികളുടെ ഹൃദയ സംബന്ധമായ ചികിത്സയ്ക്ക് വേണ്ടിയുള്ളൊരു സംവിധാനം. ആരോഗ്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. ഇതെല്ലാം മെഡിക്കൽ കോളേജുകളുടെ എല്ലാം എത്ര കൂടിയത്, അവിടെ എല്ലാം ഇതിനുള്ള സജ്ജത ഉണ്ടാവണം. ഇത് അവരുടെ ജോലിയാണ്. എനിക്കൊരു കത്ത് തന്നെ ഞാൻ വീണമന്ത്രിക്ക് അയക്കാം, അതിന് മറുപടിയും ചോദിക്കാം. എനിക്ക് അത്ര പറ്റുന്നുള്ളൂ. സംസ്ഥാന ഭരണം എൻ്റെ പാർട്ടിയുടെ ആണെങ്കിൽ പറഞ്ഞ് മനസ്സിലായി, അത്രേ പറ്റുന്നുള്ളൂ. നമുക്ക് മറുപടി എല്ലായിടത്തും പോയി ചോദിക്കുന്ന വിഷയങ്ങളിൽ മറുപടി എനിക്ക് ഇതേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾ സംസ്ഥാന ഭരണം ഏൽപ്പിക്കുക, ഞങ്ങളെടുക്കാം. ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാം. പഞ്ചായത്തുകൾ ഒരു MP എന്ന നിലയ്ക്ക് തൃശ്ശൂരിലെ എത്രയോ പഞ്ചായത്തിൽ, ചാവക്കാട് പഞ്ചായത്തിലൊക്കെ ചോദിച്ചിട്ട്, ഏത് പഞ്ചായത്താണ്, എന്താ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേര്, അന്ന് ദിശ മീറ്റിംഗ് വന്ന് വേണമെന്ന് പറയുകയും പിന്നെ എസ്റ്റിമേറ്റും പ്രോജക്റ്റും തരാത്തതാരാ? പേരാ ചോദിച്ചത്. വേണ്ട, പരസ്യമായിട്ട് കളക്ടറുടെ മീറ്റിംഗിൽ വെച്ച് ഞങ്ങൾക്ക് വേണം പദ്ധതി, ഹൈമാസ്റ്റ് വേണം, നഫീസ എന്ന് പറയുന്ന മാഡം അവിടെ വെച്ച് പറഞ്ഞിട്ട് പിന്നെ പോയ വഴിക്ക് പൊടി പോലും കണ്ടിട്ടില്ല, തരുന്നുമില്ല. എത്ര തവണ വിളിച്ചു ചോദിച്ചു? 3-4 പ്രാവശ്യം വിളിച്ചു ചോദിച്ചു എവിടെ പ്രോജക്റ്റാണ്, തരുന്നില്ല. എന്തുകൊണ്ടാണ്? ആ പഞ്ചായത്ത് ഞങ്ങളല്ല ഭരിക്കുന്നത്, അതുകൊണ്ടാണ്. ഇനി ആ വാർഡിൽ ഞങ്ങളുടെ പാർട്ടിക്കാരനാണെങ്കിൽ പാർട്ടിക്കാരിയാണെങ്കിൽ വന്നിരിക്കും ആ പ്രോജക്റ്റ്. അപ്പൊ ആർക്കാണ് നിഷേധിക്കപ്പെടുന്നത്? അപ്പൊ സംവിധാനം എന്താണെന്ന് മനസ്സിലാക്കി. ഞാൻ പറയുന്നു, ഇതിപ്പം ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുമോ ഈ പ്രദേശം? വേളൂക്കര പഞ്ചായത്ത്. ഈ പഞ്ചായത്ത് അടുത്ത തവണ BJP ഏൽപ്പിച്ചു കൊടുത്തു. എനിക്കെളുപ്പമാണ്. അതിന് ഉദാഹരണം ആവണിശ്ശേരി പഞ്ചായത്താണ്. അവിടെ സുരേഷ് ഗോപി രാജ്യസഭാ MP-യുടെ എത്ര കാശ് അവിടെ ജനങ്ങൾക്ക് ഗുണമായിട്ടുണ്ട്, ഇപ്പൊ ലോക്സഭാ MP-യുടെ എത്ര കാശ് ഗുണമായിക്കൊണ്ടിരിക്കുന്നു എന്നൊന്ന് അന്വേഷിച്ചോളൂ. ഇതുപോലെ എത്ര പഞ്ചായത്തിന്. അപ്പൊ ചോദിക്കരുതന്നെ, അപ്പൊ BJP ഭരിക്കുന്ന പഞ്ചായത്തിനെ കൊടുക്കത്തുള്ളൂ, അവരെ തരുന്നുള്ളൂ പദ്ധതികൾ. ഗതികേടാണ്. മറ്റുള്ളവരെ അടുപ്പിക്കത്തില്ല. പറഞ്ഞു മനസ്സിലായി. ഈ ഫ്രണ്ട് നിൽക്കുന്നവരെല്ലാം മാറുന്നു. അല്ലെങ്കിൽ ഇപ്പം ഞാൻ സ്ഥലം വിടും. എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല. അത് ഓഫീസിൽ കൊടുക്കാൻ
ഇത് അത് തന്നെയല്ലേ? അവിടെ ഒന്ന് ചോദിച്ചാൽ മതി. അവിടെ ഒന്ന് ചോദിച്ചാൽ മൈക്ക് കൊടുക്ക്. പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജനയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പഞ്ചായത്തിൽ, വേളുക്കര പഞ്ചായത്തിൽ ഒരു പദ്ധതി 2020 പ്രഖ്യാപിച്ചതാണ്. ഗ്രാമീൺ സഡക് യോജന ഒരു 7 കിലോമീറ്ററോളം ദൂരം 6 മീറ്റർ വീതിയിൽ ചെയ്യാനായിട്ട്. അത് പല കാരണങ്ങളാൽ 2023 പണി ആരംഭിക്കുന്നത്. ഇപ്പോഴും അതിൻ്റെ ഒരു 50% പോലും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഉടനെ പൂർത്തിയാവും. ഇന്നലെ 120 കോടി കേന്ദ്ര റൂറൽ ഡെവലപ്മെന്റ് ഗ്രാമവികസന മന്ത്രി ശ്രീ ശിവരാജ് സിംഗ് ചൗഹാൻ ഗവൺമെന്റ് ഓർഡർ ഇറക്കി ഇന്നലെ കേരള സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. 120 കോടി അതിന് വേണ്ടുന്ന തുക ഇന്നലെ ഖജനാവിലേക്ക് ഇട്ടിട്ടുണ്ട്. ഓരോ പണിയും തീരുന്നതനുസരിച്ചും അതിന് ഇടക്കാലത്ത് കൊടുക്കേണ്ടതായ ഫണ്ട് പിൻവലിക്കാനുള്ള അവകാശവും കൊടുത്തിട്ടുണ്ട്. 120 കോടിയും ഇനി അവിടെ ബാങ്കിലുണ്ട്. അത് കിട്ടിക്കോളും. ആ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുന്നതാണ്. ഇത് ഇരിഞ്ഞാലക്കുടയിലെയും തൃശ്ശൂരിലെയും മാത്രമല്ല, കേരളത്തിലാകമാനം. എത്ര റോഡ് രാജേഷ്? 120 കോടി വന്നിരിക്കുന്ന എത്ര റോഡിനാണ്? ഇന്നത്തെ ഗവൺമെന്റ് ഓർഡർ വായിച്ച നിങ്ങൾക്ക് ആർക്കും വന്നില്ലേ? എന്റെ സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ, എന്റെ പോസ്റ്റിലുണ്ടല്ലോ ലിസ്റ്റ് ഓഫ് റോഡ്സ്. ഇങ്ങനൊന്നുമല്ല, അത് പുതിയതാണ്. ഈ മഴയൊന്ന് ശമിച്ചാൽ അപ്പം തന്നെ അതെ അത് കഴിഞ്ഞു. ഇന്നലെ കാശ് അനുവദിച്ചിട്ടുണ്ട്. ഇന്ന് മുതൽ ആ കാശ് ആക്റ്റീവാണ്. പണി എത്രയും പെട്ടെന്ന് തുടങ്ങി തീർക്കുന്നതാണ്. നമസ്കാരം. ഞാൻ ഈ മെമ്പറാണ്. നമുക്ക് വിചാരിച്ചത് നമ്മൾ അനവധി പ്രൊജക്റ്റുകൾ തയ്യാറാക്കിയിട്ട് നമ്മൾ അയക്കുമ്പോൾ ഈ തീരുമാനമെടുക്കേണ്ടത് ലോക്കൽ കമ്മിറ്റിന്ന് ഒരു വോട്ടുകൾ നൽകുകയാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഔട്ടത്തൂർ ശിവനേട്ടൻ ഹൈമാസിലേക്ക് പിന്നെ ഒരു ചെങ്ങാറ്റുമുറി റോഡ് അങ്ങനെ ഒരുപാട് പ്രൊജക്റ്റുകൾ ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഈ വേളുക്കര പഞ്ചായത്തിനെ ബന്ധപ്പെടുത്തുന്ന ഒരു പ്രൊജക്ട് മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഒരു മുസ്ലിം പൈതൃക പദ്ധതി. ആ പദ്ധതിയിൽ ചെറിയ നല്ലപോലെ നമ്മുടെ വേളുക്കരയിലത്തെ പഞ്ചായത്ത്, പുത്തൻചിറ പഞ്ചായത്ത് അങ്ങനെ 1-2 പഞ്ചായത്തുകളെ ഉൾപ്പെടുത്തിയിട്ടാണ് ആ പ്രൊജക്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നിരവധി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോഴൊക്കെ ഈ ഔട്ടത്തൂർ അമ്പലത്തിന്റെ പ്രാധാന്യം എപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു പദ്ധതി ഒന്ന് പുനഃപരിശോധിക്കുകയും ഇല്ല, അത് പറ്റില്ല. അതില്ലാത്ത പക്ഷം നമ്മുടെ മുസ്ലിംസ് നമുക്ക് ഇടപെടാനൊക്കത്തില്ല. ഇല്ല, മുഖ്യമന്ത്രിക്ക് അല്ല അതിന് പ്രശ്നം ഈ ഹൈമാസിനെ സംബന്ധിച്ച് എവിടെയാണ് അത് നിഷേധിക്കപ്പെട്ടതെന്ന് കൊടുക്കട്ടെ. എനിക്ക് ആ പഞ്ചായത്ത് പ്രോജക്റ്റ് വരാൻ ഇപ്പോൾ നിലവിൽ പ്രസാദം പദ്ധതിയിൽ ഔട്ടത്തൂർ ഇല്ല, അത് പെടുത്തിയിട്ടുണ്ടോ? പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഉൾപ്പെടുത്താൻ വേണ്ടുന്ന നടപടി അവർ സ്വീകരിക്കാമോ? അത് ഞാനല്ല ചെയ്യുന്നത്, അവർ കൊടുക്കാൻ പറഞ്ഞു. അത് ന്യായമായ ആവശ്യമാണെങ്കിൽ ഫുട്ഫോളും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ്, അല്ല വെറുതെ ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നതല്ല. അപ്പൊ അത് നോക്കിയിട്ട് അത് കിട്ടും. അതിന് ഞാൻ പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. അവരെ ആ വകുപ്പിലേക്ക് അയക്കട്ടെ. രണ്ടാമതൊരു കാര്യമുള്ളത് നമ്മുടെ ആളൂർ പോലീസ് സ്റ്റേഷനിലെ അവസ്ഥയാണ്. ആളൂർ പോലീസ് സ്റ്റേഷനിൽ 35 പോലീസുകാരാണ്. പറഞ്ഞോട്ടെ, എന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അല്ല നമ്മൾ ആലോചിച്ചിട്ട് പറഞ്ഞു. അതിന്റെ അവസ്ഥ ഒന്ന് അറിയിക്കേണ്ടതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. 35 പോലീസുകാർ. ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം, മുഖ്യമന്ത്രിയും കൂടിയാണ്. അല്ല, ചില പോലീസ് ഉദ്യോഗസ്ഥരാണ് നമ്മളോട് കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഈ ഇതിന് പറഞ്ഞത്. എന്നാ തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥർ എനിക്ക് ലെറ്റർ അയക്കാൻ പോകാം. അയക്കുമോ? അവരുടെ പണിയും